സർവശക്തനായ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ. ശാരീരിക, മാനസിക, ആത്മീയ സകല സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ രാവിലെ സമയം നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ വീണ് കിട്ടിയ ഈ നല്ല സമയത്തിന് സകല മാനവും മഹത്വവും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ ഒരു വചനവേദ ഭാഗം വായിച്ച് ചില ആലോചനകൾ നമുക്കൊരുമിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിപ്പാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അരാം രാജാവിന്റെ സൈന്യാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. മതി. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വിവിധ സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള ചില ആലോചനകൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നതായ ആലോചനകൾ നമുക്കൊരുമിച്ച് ഇന്ന് ഈ രാവിലെ സമയം ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നയമാൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയതായൊരു കാര്യം, ഒന്ന്, ആ സംസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ ആരാം എന്ന് പറയുന്നതായ ആ സംസ്ഥാനത്തിന്, ആ ദേശത്തിന് ജയമുണ്ടായി. 2, ആ ദേശത്തിന് ജയമുണ്ടായത് നയമാൻ മുഖാന്തരമാണ്. 3-ാമതായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഭാഗം ഇങ്ങനെയാണ്: അവൻ മുഖാന്തരമായി ആ ദേശത്തിന് ജയമുണ്ടായി. അവൻ മുഖാന്തരമായി അവിടെ പാർക്കുന്ന ദേശത്തിന് ജയമുണ്ടായി. പക്ഷേ ആ നയമാൻ എന്ന് പറയുന്നതായ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജയമില്ല എന്നുള്ളതാണ്. ആ സംസ്ഥാനത്ത് ജയമുണ്ടായി, അവിടെയുള്ള ജനങ്ങൾക്ക് ജയമുണ്ടായി. പക്ഷേ വ്യക്തിപരമായ നിലയിലേക്ക് നയമാൻ എന്ന് പറയുന്നതായ ആ വ്യക്തിയെ ഒന്ന് പഠിക്കുമ്പോൾ ജീവിതത്തിൽ ജയിക്കുവാൻ കഴിയാത്തതായ, ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്തതായ, ലഭിക്കപ്പെട്ടിട്ടുള്ള ജയത്തിൽ ഒന്ന് തുടർന്ന് സന്തോഷിക്കുവാൻ കഴിയാത്തതായ, വലിയ മാനസികമായ, ശാരീരികമായ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതായ ഒരു വ്യക്തിയെ കുറിച്ചാണ് 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഈ രാവിലെ സമയം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഡിവൈസിൽ ജോയിൻ ചെയ്ത പല പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിന്റെ സാഹചര്യത്തിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ നിലയിൽ, ജോലി സംബന്ധമായ നിലയിൽ, ആത്മീയ ഭൗതികമായ നിലയിലൊക്കെ ദൈവം നമുക്ക് ജയം തരുമ്പോൾ പലപ്പോഴും വ്യക്തിപരമായ നിലയിൽ നമുക്ക് ജയിക്കുവാൻ കഴിയാത്തതായ, പലപ്പോഴും ലഭിച്ചിട്ടുള്ള ജയത്തിൽ ഒന്ന് തുടർന്ന് സന്തോഷിക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ, ഈ രാവിലെ സമയം ഞാൻ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായ നിലയിൽ
സന്തോഷിക്കുവാൻ പറ്റുന്ന പരുവത്തിന് അടിസ്ഥാനപരമായ വിഷയങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം ഇന്ന് രാവിലെയും എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന ഒരു സന്ദേശം, ഒരു ദൂത് ഇന്ന് രാവിലെ സമയം ഈ ഡിവൈസിൽ ജോയിൻ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് ഞാൻ കൈമാറുകയാണ്. നയമാൻ ചിന്തിക്കുന്നു, ഞാൻ മുഖാന്തരമായി ജയമുണ്ടായല്ലോ, ഞാൻ മുഖാന്തരമായി സൗഖ്യമുണ്ടായല്ലോ, ഞാൻ മുഖാന്തരമായി ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ ജയമുണ്ടായല്ലോ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാനൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ പലപ്പോഴും വേദനയും ഭാരവും നിറഞ്ഞ ഒരനുഭവമാണ്. ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നു. അവനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ മാന്യനാണ്, അവന് മഹാനാണ്, അവൻ പരാക്രമശാലിയാണ്, നല്ല ഗുണങ്ങളുണ്ട്, നല്ല യോഗ്യതകളുണ്ട്. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ആ വാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആ വിഷയത്തിൽ, ആ ഒന്നാമത്തെ വാക്യത്തിൽ വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് ആ പദം ഇങ്ങനെ പറയുന്നു: എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പല ജയങ്ങൾ, ജീവിതത്തിൽ പാർക്കുന്ന പട്ടണത്തിൽ, കുടുംബത്തിൽ, ദേശത്ത് അവൻ മുഖാന്തരമായി ജയം ലഭിച്ചുവെങ്കിലും വ്യക്തിപരമായ നിലവാരത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ ജയിക്കുവാൻ കഴിയാത്തതായ, മുന്നേറുവാൻ കഴിയാത്തതായ, വലിയ അധികം പ്രതിസന്ധി നിറഞ്ഞതായ ഒരനുഭവമായിരുന്നു നയമാന്റെ ജീവിതത്തിൽ. ഇന്ന് പകലിൽ, ഈ രാവിലെ സമയം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഇന്ന് രാവിലെ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നയമാന്റെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലുള്ള പല പ്രയാസങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കുന്നു. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുന്നു. നമ്മുടെ കൂട്ടങ്ങളിൽ ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുന്നു. പക്ഷേ വ്യക്തിപരമായ നിലയിൽ ലഭിക്കപ്പെട്ട സന്തോഷത്തിൽ, ലഭിക്കപ്പെട്ട ആത്മനിറവിൽ, ലഭിക്കപ്പെട്ട വിടുതലിൽ തുടർന്ന് സന്തോഷിക്കുവാൻ കഴിയാത്തതായ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതെ പലപ്പോഴും ഞാനും നിങ്ങളും ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഈ വർഷത്തിന്റെ സമാപന മാസത്തിൽ നിന്നുകൊണ്ട് ഒരു ആത്മീയ ദൂത് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരുവാൻ കർത്താവ് ശക്തനാണ്. അതെത്ര വലുതാണ് എന്നുള്ളത് ദൈവത്തിന് വിഷയമില്ല. അതെത്ര ചെറുതായാലും, അതെത്ര വലുതായാലും, ഏതു വിഷയമായിരുന്നാലും, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, ഈ മാസത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന, വേണ്ട ഈ മാർഗത്തിൽ കടന്നു വന്ന നിമിഷം മുതൽ ജീവിതത്തിൽ പരിഹരിക്കേണ്ടതായ പല അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, കർത്താവ് എനിക്ക് വിടുതലില്ലോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ഞാൻ പാടുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ട്, പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കപ്പെടേണ്ട വിടുതലുകൾ വ്യക്തിപരമായ നിലവാരത്തിൽ സന്തോഷിക്കുവാൻ കഴിയാത്തതായ ചില ഭാരമേറിയ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം: കർത്താവ്, എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ടതായ ചില വലിയ വിഷയങ്ങളുണ്ട്, വലിയ വിഷയങ്ങളുണ്ട്. എനിക്കത് വിടുതൽ വേണം, എനിക്കതിന് സൗഖ്യം വേണം. എൻ്റെ ചെറിയ വിഷയങ്ങൾക്ക് വിടുതൽ തന്നാലും എൻ്റെ വലിയ വിഷയങ്ങൾക്ക് എനിക്കൊരു വിടുതൽ വേണമെന്ന് ഈ മാസം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ നിമിഷവും ഈ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. എന്താ ചിന്തിക്കുന്നത്? ഞാൻ മുഖാന്തരമായി ദേശത്ത് സൗഖ്യമാ, ഞാൻ മുഖാന്തരമായി ദൈവജനത്തിന് വിടുതലാണ്. പല വിടുതലുകൾ ലഭിക്കുമ്പോഴും ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു നിമിഷം ശരീരത്തേക്ക് നോക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ മിനിറ്റുകൾ ശരീരത്തേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഈ കൈ കൊണ്ട്, എൻ്റെ ഈ ശരീരം കൊണ്ട് പല വിടുതലുകൾ ദേശത്ത് സംഭവിച്ചു. കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന്
ഒരു വിടുതലില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് വലിയ വിഷയങ്ങൾക്ക് വിടുതൽ തരാൻ പോകുകയാണ്. ഈ 2024 ഈ ഡിസംബർ മാസത്തിൽ ഒരു ദൈവിക ദൂത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ഇവിടെ കടന്നു വന്നുവെങ്കിൽ, ഇങ്ങനൊരു ദൂത് പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അവസരം തന്നുവെങ്കിൽ ഒരു ദൂത് ഞാൻ പറയട്ടെ. വലിയ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കപ്പെട്ട ഒരു ഈ സമയം ആയിരിക്കുന്ന സ്ഥലത്ത് അതിന് യോഗ്യമാണ് എങ്കിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവേ, എന്റെ വലിയ വിഷയമാണ്, എനിക്കത് വിടുതൽ വേണം, എനിക്ക് സൗഖ്യം വേണം, എന്റെ കുടുംബത്തിന് വിടുതൽ വേണം, എന്റെ തലമുറയ്ക്ക് വിടുതൽ വേണം. നയമാൻ എന്ന് പറയുന്നതായ ആ മനുഷ്യന്റെ ജീവിതത്തിലെ വിടുതൽ വലിയൊരു വിടുതലിന് വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ഒരു വലിയ വിഷയത്തിന് വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു ചെറിയ പെൺകുട്ടിയെയാണ്. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. നയമാന്റെ ജീവിതത്തിലെ ഒരു വലിയ വിഷയത്തിന് വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ഒരു ചെറിയ പെൺകുട്ടിയെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മുഖാന്തരമായി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്ക് നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കൊള്ളണമേ, ആ ഭാഗം ഒന്ന് ചിന്തിച്ചപ്പോൾ പല ആത്മീയ ദൂതുകൾ എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മുഴുവൻ പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഒരു ഷോർട്ട് 1-2 ചില ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ വിഷയത്തിന് ആ നയമാൻ എന്ന് പറയുന്നതായ വ്യക്തി ഭാരപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ട് ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും ആ ദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിടുതൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ വിഷയത്തിൽ നയമാൻ ഭാരപ്പെടുകയാണ്. ആ ഭാരപ്പെട്ടതായ നയമാന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ഒരു ചെറിയ പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് ദൈവം അയക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയതായ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് നിർത്താം. ഒന്ന്, ആ പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ നല്ലതുപോലെ അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അറിയാൻ കഴിയുന്നത്? ഏലീശ എന്ന് പറയുന്നതായ ആ വലിയ പ്രവാചകനെ കുറിച്ചുള്ള നല്ല ഒരു അറിവുണ്ട്. എൻ്റെ പാസ്റ്ററാണ്, എനിക്ക് വേണ്ടപ്പെട്ടതാണ്, ഞാൻ എലീശയുടെ കൂട്ടായ്മയിൽ കടന്നുപോയി പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പാസ്റ്ററായി, എൻ്റെ ശുശ്രൂഷകനായി നിൽക്കുന്നതായ ഏലീശ എന്ന് പറയുന്നതായ ആ പ്രവാചകനെ കുറിച്ച് നല്ല ഒരു അറിവ് ഈ കൊച്ചു പെൺകുട്ടിക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വന്നതായി ഈ പെൺകുട്ടി വീട്ടിൽ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ആ യജമാനത്തെ സഹായിച്ച സമയങ്ങൾ മുമ്പോട്ട് നീക്കാമായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് അവൾ വന്ന സമയം മുതൽ ഏലീശ എന്ന് ആ വലിയ പ്രവാചകനെ ആ വീട്ടിൽ വന്ന നിമിഷം മുതൽ അവൾ ചിന്തിച്ചു, എൻ്റെ പാസ്റ്ററായി നിൽക്കുന്നതായ, എൻ്റെ പ്രവാചകനായി നിൽക്കുന്നതായ ആ ഏലീശ പ്രാർത്ഥിച്ച ഈ വലിയ വിഷയത്തിന് വിടുതൽ ഉണ്ടാകുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ച്, എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്ക് അവൻ ദൈവികമായ നിലയിലുള്ള ഒരു അഭിഷേകമുണ്ടെന്നുള്ള ഒരു നല്ലൊരു അറിവ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ചിന്തിച്ച ചിന്ത എന്നെ വളരെയധികം ചിന്തിച്ചു. ആ ഭാഗം ഇങ്ങനെ വായിച്ചാട്ടെ. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ മതി. ആ പെൺകുട്ടി ഉപയോഗിച്ചതായ മറ്റൊരു പദം ഇങ്ങനെയാണ്. എന്താണ് ആ പദപ്രയോഗം? യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്ന. നോക്കിയാണ് ആ പദം എന്നെ ചിന്തിപ്പിച്ചു. അവിടെ ചെല്ലണം, പ്രവാചകന്റെ അടുക്കൽ ചെല്ലണം. ഈ പെൺകുട്ടി ഉപയോഗിച്ച പദം ഇങ്ങനെയാണ്: പ്രവാചകന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം എന്നല്ല അവൾ പറഞ്ഞത്. നിങ്ങളുടെ അഥവാ ഈ യജമാനനായ നയമാന്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ഏലീശയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം എന്നല്ല ഇവൾ പറഞ്ഞത്. സൗഖ്യമാകണമെങ്കിൽ ഏലീശയുടെ അടുക്കലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിടുതലുകൾ ഇവൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് അവൾ കണ്ടത്? ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വിടുതലില്ലാത്തവർ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുന്നതായിട്ടാണ് ഈ പെൺകുട്ടി കണ്ടിട്ടുള്ളത്. അങ്ങനെ ലഭിച്ചിട്ടുള്ള ആ കണ്ടതായ അറിവിൽ വെച്ച് എലീശ എന്ന് പറയുന്നതായ പ്രവാചകന്റെ അടുക്കലേക്ക് ആൾക്കാർ വരുന്നതായിട്ടാണ് ഈ പെൺകുട്ടി കണ്ടത്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, യജമാനത്തിയെ, അങ്ങയുടെ യജമാനൻ അങ്ങോട്ടൊന്ന് ചെന്നാൽ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ, എലീശയുടെ അടുക്കലേക്കൊന്ന് ചെന്നാൽ വിടുതലുണ്ടെന്ന് ഈ പെൺകുട്ടി ഉറപ്പ് പറയുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഈ രാവിലെ സമയം പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് വലിയ ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടാകുന്നത്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് വലിയ വിഷയത്തിൽ ഞാനും നിങ്ങളും ഭാരപ്പെട്ടാലും, ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ സൗഖ്യമാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ ദൈവമക്കളോട് ഈ രാവിലെ സമയം ഒരു ദൂത് പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. എലീശ എന്ന് പറയുന്നതായ ആ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വേണ്ടി ഈ കൊച്ചു പെൺകുട്ടിയെ ആ വീട്ടിൽ ഉപയോഗിച്ചുവെങ്കിൽ, ഞാനും നിങ്ങളും ഇന്ന് പകലിൽ ഈ രാവിലെ സമയം പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, നമുക്ക് എലീശ എന്ന് പറയുന്നത് എലീശയേക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്. നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഈ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു നിലവിളി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയെല്ലാം ആ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെയെല്ലാം പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്, അരികിലേക്ക് ചെല്ലുകയാണ്. നിലവിളിച്ച് കരഞ്ഞു വേദനപ്പെട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആ സന്ദേശം ഇന്ന് രാവിലെ സമയം എനിക്കും നിങ്ങൾക്കും ഞങ്ങളോട് പറയുകയാണ്, നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. വലിയ വിഷയത്തിന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഒരു ചെറിയ പെൺകുട്ടി ഉപയോഗിക്കുക മാത്രമല്ല, പെൺകുട്ടി പറയുന്നു അവിടെ ചെല്ലണം, പ്രവാചകന്റെ അടുക്കലേക്കൊന്ന് ചെല്ലണം. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഈ വിഷയങ്ങൾക്ക് വിടുതലാണ്. എൻ്റെ വാക്ക് നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങൾ ആ ഭാഗത്തോട് ചേർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ലഭിക്കപ്പെട്ട സമയം ഒരു ഷോർട്ട് ആയതുകൊണ്ട് ഈ രാവിലെ സമയം ഈ 42 പേർക്കും കടന്നു വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും കഴിഞ്ഞ നാളുകൾ ലഭിച്ചതായി വിടുതലിലേക്ക് ഓർത്തുകൊണ്ടാണ് ഈ രാവിലെ സമയഭേദം കൂടാതെ എനിക്കും നിങ്ങൾക്കും ഈ മാധ്യമത്തിലൂടെ കടന്നു വന്ന് പങ്കെടുക്കുവാനും പാടുവാനും ഒക്കെ ലഭിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നെങ്കിൽ ഒരു വലിയവനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. യാക്കോബിന്റെ ലേഖനം പറഞ്ഞിങ്ങനെയാണ്, ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാൽ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഈ ലഭിക്കപ്പെട്ട സമയങ്ങൾ നമ്മുടെ ആയുസ് തീരുവോളം നമുക്ക് ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാം. വേറെ ആരുടെയും അടുക്കലേക്ക് പോയാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. വേറെ ആരോടും നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിടുതൽ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ താൽക്കാലികമായ വിടുതലുകൾ നമുക്ക് ലഭിച്ചാലും നിത്യമായിട്ടൊരു വിടുതൽ ദൈവത്തിന് മാത്രമേ നമുക്ക് തരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ വിഷയങ്ങൾ, ആ ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. വലിയ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ചെറിയ പെൺകുട്ടി ഉപയോഗിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നതായ വലിയ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരുവാൻ ശക്തനാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാവിലെയും നിങ്ങൾ വലിയ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കാം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുടുംബത്തിലെ ആവശ്യങ്ങളെ ഓർത്തായിരിക്കാം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ സഭയുടെ വിഷയങ്ങളെയൊക്കെ ഓർത്തായിരിക്കാം നിങ്ങൾ ഭാരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഭാരപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെട്ടു പോകരുത്.
കർത്താവിന്റെ വചനം പറയുന്നു, വലിയ വിഷയങ്ങളെ ദൈവം പരിഹരിപ്പാൻ കർത്താവ് ശക്തനാണ്. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തോട് കർത്താവേ, എന്നിലൂടെ പല ജയങ്ങൾ സംഭവിക്കുന്നു, എൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്നു, ഞാൻ പാർക്കുന്നതായ ദേശത്ത് സംഭവിക്കുന്നു, ഞാൻ ഉൾപ്പെട്ടതായ സഭയിൽ സംഭവിക്കുന്നു. പക്ഷെ വ്യക്തിപരമായ നിലയിൽ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും എനിക്ക് ലഭിക്കപ്പെടുന്ന സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, ജയങ്ങൾ ഒന്ന് തുടർന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാവിലെ പറയുന്നു, ഈ ഡിസംബർ മാസത്തിൽ പറയുന്നു, വലിയ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ തരാൻ പോകുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് രാവിലെ സമയം ഈ ഡിവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, എത്ര വലിയ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിലൂടെ ജയം ദേശത്തിന് സംഭവിച്ചുവെങ്കിൽ, ഞങ്ങൾ ഉൾപ്പെട്ട സഭയിൽ സംഭവിക്കുന്നുവെങ്കിൽ, വ്യക്തിപരമായ ചില ജയങ്ങൾ കരസ്ഥമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ കൂട്ടത്തെ ഒരിക്കൽ കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂട്ട ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, കൂട്ട ജയങ്ങൾ സഭയിൽ സംഭവിക്കണം. എന്നാൽ വ്യക്തിപരമായ നിലയിൽ ചില ജയം ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. സകല മാനവും മഹത്വം ഞങ്ങൾ ദൈവത്തിന്റെ മാനവും മഹത്വം എല്ലാം ഞങ്ങൾ ദൈവത്തിന് മുന്നിൽ അർപ്പിക്കുകയാണ്. വചനം കേട്ട സകലരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഈ മാസം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ജയത്തിന്റെയും പ്രത്യേകിച്ച് വ്യക്തിപരമായ നിലയിൽ ജയത്തിന്റെ നിമിഷങ്ങളാക്കി തീർക്കണമേ. സഹായിക്കണം, മാനിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.